അതെ, ഇതെന്താ സാധനം എന്ന് എനിക്ക് മനസ്സിലായോ? മനസ്സിലായിട്ടില്ലേ? എന്നാലേ ഇതാണ് ജപ്പാൻകാരുടെ മോച്ചി കേട്ടോ. പക്ഷേ ശരിക്കുള്ള മോച്ചി ഉണ്ടാക്കാനേ ഭയങ്കര പാടാണ്. ഭയങ്കര പാടെന്ന് പറഞ്ഞാൽ ആ കുഴച്ച് പരത്തുക അങ്ങനത്തെ കുറച്ച് പണിയൊക്കെ ഉണ്ട്. ഇത് നമുക്ക് ആ പണിയൊന്നുമില്ല കേട്ടോ. ഞാനേ മോച്ചി കഴിച്ചിട്ടില്ല. എന്നെ പോലെ കഴിക്കാത്തവരുണ്ടെങ്കിലേ ഒന്ന് കമൻറ്റ് ഇട്ടോളൂ കേട്ടോ. അപ്പോഴേ ഞാനിവിടെ മാങ്ങ വെച്ചിട്ടാണ് മോച്ചി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം മാങ്ങ നമ്മളിതുപോലെ കഷ്ണങ്ങളാക്കി എടുക്കുക കേട്ടോ. ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ ഒരു 1.5 കപ്പോളം വിപ്പിംഗ് ക്രീം എടുക്കുന്നുണ്ട്. വീട്ടിലെ അംഗങ്ങളുടെ എണ്ണത്തിനനുസരിച്ചൊക്കെ അങ്ങ് എടുത്താൽ മതി കേട്ടോ. ഞാനിവിടെ 1.5 കപ്പ് വെച്ചിട്ട് ഇതുപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ആയിരിക്കണം കേട്ടോ നമ്മൾ ബീറ്റ് ചെയ്തെടുക്കേണ്ടത്. ഇനി നമ്മളെ ഈ മോച്ചിയുടെ ഔട്ടർ കവർ ചെയ്യുന്നത് റൈസ് പേപ്പർ വെച്ചിട്ടാണ് കേട്ടോ. നമുക്ക് ഈ മൈദ വെച്ചിട്ടുള്ള ഈ കവർ ചെയ്യുന്ന സംഗതികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് റൈസ് പേപ്പർ വെച്ചിട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിവിടെ വിപ്പിംഗ് ക്രീം ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അതല്ല നിങ്ങൾക്ക് ഈ മധുരം ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഫ്രഷ് ക്രീമും ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കുക. കുറച്ച് തേനൊക്കെ ചേർത്തിട്ട് അങ്ങ് ബീറ്റ് ചെയ്താൽ മതി. അത് ചെയ്യുന്ന സമയത്ത് താഴെ ഐസ് ക്യൂബൊക്കെ ഇട്ടിട്ട് ചെയ്യേണ്ടി വരും, എന്നാലേ നല്ല ഇതുപോലെ സ്റ്റിഫായിട്ട് വരുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ റൈസ് പേപ്പർ ഇതുപോലെ വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക കേട്ടോ. വെള്ളത്തിൽ ഒരിക്കലും ഇട്ട് വെക്കരുത്. ഇത് പെട്ടെന്ന് ഇതുപോലെ സോഫ്റ്റ് ആവും. അപ്പോൾ നമുക്ക് പിന്നെ അതിൽ നിന്ന് എടുക്കാൻ പറ്റില്ല. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ഇതുപോലെ ഡിപ്പ് ചെയ്തിട്ട് ഇങ്ങനൊരു ബൗളിൻ്റെ മുകളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതൊന്ന് ഫില്ല് ചെയ്തെടുക്കണം. ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ആ ക്രീം ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് മാങ്ങ കഷ്ണങ്ങൾ കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിത് കവർ ചെയ്തെടുക്കാൻ കുറച്ചുകൂടെ ക്രീം ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു മധുരം വേണ്ട എന്നുള്ളവരാണെങ്കിൽ ഫ്രഷ് ക്രീം ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ വിപ്പിംഗ് ക്രീം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. കാരണം ഫ്രഷ് ക്രീമിൽ മധുരം ഉണ്ടാവില്ല. അപ്പോൾ അതിന് പകരം നമ്മൾ തേനോ എന്തെങ്കിലും ഒഴിച്ചിട്ട് ഉണ്ടാക്കിയെടുത്താലും മതിയാവും. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതുപോലെ അങ്ങ് റെഡിയാക്കി എടുക്കുകയാണ്. ഇത് കംപ്ലീറ്റ് നമ്മളതൊരു കിഴി പോലെ ആക്കിയെടുക്കുകയാണ് കേട്ടോ. ഇനി നിങ്ങൾക്കിത് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മളൊരു പ്ലേറ്റിലേക്ക് തന്നെ മാറ്റിയിട്ട് നടുക്ക് ഇതുപോലെ ക്രീം വെച്ചിട്ട് മടക്കിയെടുത്താലും മതിയാവും കേട്ടോ. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഞാനിതുപോലെ ഒരു ഷേപ്പിലാക്കി എടുക്കുന്നു എന്ന് മാത്രം. അതൊക്കെ നമ്മളുടെ ഇഷ്ടമാണ് എങ്ങനെ ആക്കി എടുക്കണമെന്ന്. ഇനി നമുക്ക് ഇതൊന്ന് തണുപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതൊന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട്. ഫ്രിഡ്ജിലേക്ക് ഒരു 2-3 മണിക്കൂർ വെച്ചാൽ മതിയാവും കേട്ടോ. ഒന്ന് തണുത്ത് കിട്ടിയാൽ മാത്രം മതി. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ മുകളിൽ കുറച്ചൊന്ന് പഞ്ചസാര ഒന്ന് ഡസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അത് ഇതുപോലെ നമ്മുടെ ചായയുടെ അരിപ്പുണ്ടല്ലോ അതിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ അങ്ങ് ആക്കി കൊടുത്താൽ മതി കേട്ടോ. ഇതത്ര നിർബന്ധമുള്ളൊരു കാര്യമൊന്നും അല്ല കേട്ടോ. എന്നാലും ഇതും കൂടെ ഉണ്ടാകുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും എന്ന് മാത്രം. അപ്പോൾ നമ്മുടെ മോച്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സാധാരണ മോച്ചി ഉണ്ടാക്കുന്ന അത്ര പണിയൊന്നും ഇതിനില്ല. ഭയങ്കര ഈസിയാണല്ലേ ഇത് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതുവരെ മോച്ചി കഴിക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി ഒന്ന് കഴിച്ച് നോക്കിക്കോളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇത് തീർച്ചയായിട്ടും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഞാൻ മാങ്ങാക്കാലമായതുകൊണ്ട് മാങ്ങ എടുത്തു എന്ന് മാത്രം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട് വെച്ചിട്ട് ചെയ്തെടുക്കാം കേട്ടോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.